ഹലോ, അടുത്ത പാട്ടിലേക്ക് പോയാലോ? പിറ്റേ ദിവസം രാവിലെ അപ്പു എണീക്കുമ്പോൾ അടുത്ത നീലനുണ്ടായിരുന്നു. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി കിടക്കാണ്. എന്താടി? കണ്ണടച്ച് കിടന്നുകൊണ്ട് തന്നെ നീലൻ ചോദിച്ചു. ഒന്നുമില്ല, അത് പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ നിന്നതും നീലൻ അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് ബെഡിലേക്ക് തന്നെ കിടത്തി. എനിക്ക് പോകണം നീല, അവൾ അസ്വസ്ഥതയോടെ പറഞ്ഞു. പോവണ്ട, അവൻ അവളുടെ കഴുത്തിലൂടെ മുഖം ചേർത്തു. മാറുന്നില്ല, അവൾ കുറച്ച് സ്വരം ഉയർത്തിയാണ് പറഞ്ഞത്. അത് കേട്ടത് നീലൻ അവളുടെ മേലുള്ള പിടി വിട്ടു. അപ്പു ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയി. അത് കണ്ട് നീലൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു. ഞാൻ ഇറങ്ങാം, അപ്പു ബാഗ് എടുത്ത് നീലനോടായി പറഞ്ഞു. നീ ഒന്നും കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. നീ വല്ലതും കഴിച്ചിട്ട് പോകുന്ന? എന്നെ നിർബന്ധിക്കേണ്ട നീല, ഞാൻ പോവാ. അവൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു നോക്കി നീല ഒന്നും മനസ്സിലാവാതെ നിന്നു. എന്താണ് പെട്ടെന്നുള്ള അവളുടെ ഭാവവ്യത്യാസത്തിനുള്ള കാരണം എന്ന് നീല മനസ്സിലായില്ല. അപ്പു പോയി കഴിഞ്ഞ് നീല റെഡിയായി ഇറങ്ങി. ഭാനുമ്മയുടെ വീട് വരെ പോകേണ്ടതുകൊണ്ട് നീല ഇന്ന് ക്ലാസ്സിൽ പോയില്ല. അപ്പു മോളെ കൂടെ കൂട്ടായിരുന്നില്ലേ? ഭാനുമ്മ നീല ചായ കൊടുത്തുകൊണ്ട് ചോദിച്ചു. അവള് ക്ലാസ്സിൽ പോയേക്കോ വല്യമ്മേ? ഒരു ദിവസം മോളെയും കൂട്ടി വാ. എന്തായാലും രമ്യയുടെ കുഞ്ഞിൻ്റെ നൂല് കെട്ടിന് വരണല്ലോ. കൊണ്ടുവരാം. എന്നാ ഞാൻ ഇറങ്ങാണേ. അവൻ ചെയറിൽ നിന്ന് എണീറ്റു. നാളെ പോയാൽ മതി മോനെ. അവളവിടെ ഒറ്റയ്ക്കല്ലേ, ഞാൻ പിന്നെ ഒരു ദിവസം വരാം. രാവിലെ ഇറങ്ങിയതല്ലേ അവിടെ നിന്നും. അപൂർണ്ണ ക്ലാസ് കഴിഞ്ഞ് വരാറായി. അവരൊന്ന് മൂളി. നീലൻ രാവിലെ വന്നതാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിറങ്ങാൻ നിന്നെങ്കിലും ഭാനുമ്മ വൈകുന്നേരത്തെ ചായയും കുടിപ്പിച്ച് അവനെ വിട്ടുള്ളൂ. ശരിയല്ലമ്മ, പോയി വരാം. അവൻ പോക്കറ്റിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് വല്യമ്മയുടെ കൈ വെച്ചു. ഇതൊന്നും വേണ്ട മോനെ, കൈ വെച്ചോ, ഞാൻ തരുന്നതല്ലേ. അവൻ മുറ്റത്തേക്ക് ഇറങ്ങി. മോനെ, മേലെടുത്ത ഏട്ടനോട് ഞാൻ ഒരു ജോലിക്കാര്യത്തെ കുറിച്ച് ചോദിച്ചിരുന്നു. നീയൊന്ന് അവരുടെ കമ്പനിയിൽ പോയി നോക്കുന്നു? അതൊന്നും വേണ്ട വല്യമ്മ, ഞാൻ എഴുതിയ 1-2 PSC ടെസ്റ്റുകളുടെ ലിസ്റ്റ് വരാനുണ്ട്. അതെന്തായാലും ഒന്ന് നോക്കട്ടെ, അവൻ പുഞ്ചിരോട് പറഞ്ഞ് മുന്നോട്ട് നടന്നു. നീലം ബസ് ഇറങ്ങി സ്റ്റോപ്പിലെത്തുമ്പോഴും 5:30 കഴിഞ്ഞിരുന്നു. അപ്പുവിനോട് വല്യമ്മയെ കാണാൻ പോകുന്ന കാര്യം പറഞ്ഞില്ല. രാവിലെ അവളുടെ മൂഡ് അത്ര നല്ലതല്ല എന്ന് അവന് തോന്നിയിരുന്നു. നീലം വീടിന് മുന്നിലെത്തിയതും ഡോർ അടഞ്ഞു കിടക്കുകയാണ്. ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. അത് കണ്ട് അവൻ ടെൻഷനോടെ അകത്തേക്ക് കയറി. ചാരിയിട്ട വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. റൂമിന് മുന്നിലെത്തിയപ്പോൾ വാതിൽ അകത്തു നിന്ന് ലോക്കാണ്. അവൻ വാതിൽ കുറേ നേരം തട്ടി വിളിച്ചിട്ടും തുറക്കാതെ ആയപ്പോൾ ഫോണിൽ അപ്പുവിനെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല. അതോടെ വേഗം അവൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പു കിടക്കുന്ന റൂമിൻ്റെ ജനൽ ശക്തിയായി തട്ടി. കുറച്ച് കഴിഞ്ഞ് അപ്പു ജനൽ തുറങ്ങി. ഇതെന്തുറക്ക, ഞാൻ എത്ര നേരമായി നിന്നെ വിളിക്കണു? അത് കേട്ട് അവൾ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. നീല റൂമിലേക്ക് എത്തുമ്പോഴേക്കും അപ്പു വീണ്ടും കിടന്നിരുന്നു. എന്തേടാ, വയ്യ നിനക്ക്? നീലൻ അവളുടെ നെറുകി തലോടിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, എനിക്കൊന്ന് കിടക്കണം. അവൾ അവൻ്റെ കൈയെടുത്ത് മാറ്റി. പനി വല്ലതും ഉണ്ടാ? അവൾ നെറ്റി ചൂടുണ്ടോ എന്ന് നോക്കി. ഞാൻ പറഞ്ഞില്ല എനിക്കൊന്നുമില്ല, എന്ന് ശല്യപ്പെടുത്താതൊന്ന് പോയി തരുമോ? അപ്പോൾ എൻ്റെ ശബ്ദം ഉയർന്നു. നീലം ബെഡിൽ നിന്ന് എഴുന്നേറ്റു. നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് കുറച്ചു നേരം കിടക്കണം, ഒന്ന് മനസ്സമാധാനം തരുമോ? ശല്യം. അതുകൂടി കേട്ടത് നീലന് വല്ലാതെ ദേഷ്യം തോന്നി. അവൻ ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു. കുളി കഴിഞ്ഞിറങ്ങുമ്പോഴും അപ്പം അതേ കിടപ്പം തന്നെയാണ്. നിനക്ക് ഹോസ്പിറ്റലിൽ പോകണോ? മനസ്സമാധാനം ഇല്ലാതെ നീലം വീണ്ടും ചോദിച്ചു. നിങ്ങൾക്കെന്തോ ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഓരോന്ന് ചോദിച്ചും മനുഷ്യനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കോളൂ. ഡീപ്പൂല്ലേ, നീ വെറുതെ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കണ്ട. എന്താ നിൻ്റെ പ്രശ്നം? ഇന്നലെ വരെ നിനക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. മനുഷ്യന്മാരെ എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ പറ്റുമോ? നമുക്ക് പിന്നെ സംസാരിക്കാം, നീ ഇപ്പം പോ.
അപ്പു പറഞ്ഞത് കേട്ടത് നീലൻ സ്റ്റഡി ടേബിളിനടുത്തുള്ള ചെയർ ദേഷ്യത്തിൽ തട്ടിത്തെറിപ്പിച്ച് റൂമിന് പുറത്തേക്ക് പോയി. പിന്നീട് നീലൻ അപ്പുവിനോട് സംസാരിക്കാൻ നിന്നില്ല. ചായ ഉണ്ടാക്കി ഒരു ഗ്ലാസ് അവൾ കിടക്കുന്ന ബെഡിനടിയിലായി വെച്ച് മുറുക്കി പുറത്തേക്ക് ഇറങ്ങി. രാത്രിയിലേക്ക് കഞ്ഞി വെച്ചു. നീലൻ തനിക്കുള്ള കഞ്ഞിയുമായി ടേബിളിൽ വന്നിരുന്നു. ഒരു സ്പൂൺ കഞ്ഞി വായിലേക്ക് വെച്ചുവെങ്കിൽ അവന് കഴിക്കാൻ തോന്നിയില്ല. നീലൻ നെറ്റി ഒഴിഞ്ഞുകൊണ്ട് അപ്പു കിടക്കുന്ന റൂമിലേക്ക് വന്നു. ഡി, നിനക്ക് കഞ്ഞി വേണ്ടേ? മറുപടി അപ്പു ഒന്നും പറഞ്ഞില്ല. ഞാൻ നിന്നോടാ ചോദിക്കണ പൂർണ്ണ. നീലൻ തൻ്റെ ദേഷ്യം പരമാവധി നിയന്ത്രിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പം മറുപടി ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, തന്നോടല്ല ചോദിക്കുന്നതെന്ന ഭാവത്തിലാണ്. അതോടൊപ്പം താൻ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് ചായ അതുപോലെ ഇരിക്കുകയാണ്. എന്താ നിൻ്റെ പ്രശ്നം? ഞാൻ നിന്നോട് എന്ത് ചെയ്തിട്ട് നീ ഇങ്ങനെ? നീലൻ ബെഡിൽ കിടക്കുന്നതുകൊണ്ട് തനിക്ക് നേരെ തിരിഞ്ഞു. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും നിന്നോട് പറയണമെന്ന് നിർബന്ധമുണ്ടോ? എനിക്ക് എൻ്റേതായ പല പേഴ്സണൽ കാര്യങ്ങളും ഉണ്ടാവും. അതെല്ലാം മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എൻ്റെ ആ വാക്കുകൾ നീലൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അവനൊരു വാക്ക് പോലും പറയാതെ എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് പോയി. ടേബിളിൽ എടുത്തു വെച്ച ഭക്ഷണം അടുക്കളയിൽ കൊണ്ടുപോയി വെച്ച് ഹാളിലെ സെറ്റിൽ വന്നിരുന്നു. ടി വിയിലാണ് നോക്കിയിരിക്കുന്നതെങ്കിലും മനസ്സ് വേറെ എവിടെയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ നേരത്തെ അവൻ പുറത്തേക്ക് പോയി. ക്ലാസ്സും കോച്ചിങ്ങും കഴിഞ്ഞ് ഉച്ചയ്ക്ക് വരുമ്പോൾ വീട് പൂട്ടിക്കിടക്കാണ്. അപ്പോൾ ക്ലാസ്സിൽ പോയി കാണുമെന്ന് കരുതി നീലൻ അകത്തേക്ക് കയറി. ഒന്നും കഴിക്കാൻ തോന്നാത്തതുകൊണ്ട് നേരെ ബെഡിലേക്ക് കിടന്നു. ഉറക്കണീറ്റ് ട്യൂഷനെല്ലാം കഴിഞ്ഞ് അവൻ പാടത്തേക്ക് പോയി. തിരികെ എത്താൻ സന്ധ്യയായി. എന്നിട്ടൊപ്പം ഒന്നില്ല. അതോടെ അവൻ ചെറിയ മടിയോടെയാണെങ്കിൽ അവളുടെ ഫോണിലേക്ക് വിളിച്ചു. റിങ് ചെയ്യുന്നുണ്ടെങ്കിലും കോൾ എടുക്കാത്തതിനാൽ അവന് ചെറിയ പരിഭ്രമം നിറഞ്ഞു. അടുത്ത നിമിഷം അവൻ അരുണിനെ വിളിച്ചു. അവിടെ അപ്പു ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് അവന് പാതി ആശ്വാസമായത്. ഈ അപ്പു എന്തെങ്ങനെ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നമുക്ക് അവളെ ഇങ്ങനെ തട്ടിക്കളഞ്ഞാലോ? നീ ഇല്ലെങ്കിലും സമാധാനമാവട്ടെ. എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ പറഞ്ഞേ.